Hey kiddos, you are watching Fairy Tale Wonderland. ഒരിടത്തൊരിടത്ത് ഒരു വലിയ കാടുണ്ടായിരുന്നു. കാട്ടിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല. കനത്ത വരൾച്ചയിലാണ്. പക്ഷികളും മൃഗങ്ങളും എല്ലാം വിഷമിച്ചിരിക്കുന്ന ഒരു സമയം. അങ്ങനെ നമ്മുടെ ദേശാടനക്കിളി കാട്ടിലൂടെ വെള്ളം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് പറന്നു പറന്നു പോകുമ്പോൾ ആരുമധികം എത്താത്ത കാടിന്റെ ഒരു ഭാഗത്തായിട്ട് അതാ ഒരു പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്ത് ഒരു കുളം. ദേശാടനക്കിളിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ സ്വാർത്ഥയായ ദേശാടനക്കിളി മനസ്സിൽ കരുതി, ഈ കുളം ആർക്കും കാണിച്ചു കൊടുക്കരുത്. ഈ കുളം എവിടെയുണ്ടെന്ന് മറ്റു മൃഗങ്ങൾ അറിഞ്ഞാൽ എല്ലാവരും കൂടെ വന്ന് ഈ കുളത്തിലെ വെള്ളമെല്ലാം ഈ വരൾച്ചയിൽ തന്നെ കുടിച്ചു വറ്റിക്കും. ഇങ്ങനെയെല്ലാം ചിന്തിച്ചുകൊണ്ട് മറ്റു മൃഗങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാൻ ദേശാടനക്കിളി കുറച്ചു മുന്നിലേക്ക് പറന്നു. അപ്പോഴതാ വരുന്നു നമ്മുടെ കുഞ്ഞിക്കിളി. ദേശാടനക്കിളി, നീ എവിടെ നിന്നാണ് വരുന്നത്? നീ വരുന്ന വഴിക്ക് എവിടെയെങ്കിലും വെള്ളം കണ്ടോ? എന്റെ കൂട്ടിൽ കുഞ്ഞുങ്ങൾ എല്ലാവരും ദാഹിച്ചു വലഞ്ഞിരിക്കുകയാണ്. ഇത് കേട്ടതും ദുഷ്ടനായ ദേശാടനക്കിളി പറഞ്ഞു, അയ്യോ കുഞ്ഞിക്കിളി, ഇവിടെ എങ്ങും വെള്ളമില്ല. നീ തിരിച്ചു പറന്നോളൂ. ഒരു 100 മൈൽ അകലെ കുളമുണ്ടെന്ന് ആരോ പറഞ്ഞത് കേട്ടു. അത് തേടിയാണ് ഞാനും ഇറങ്ങിയത്. ദുഷ്ടനായ ദേശാടനക്കിളി കുഞ്ഞിക്കിളിയോട് കള്ളം പറഞ്ഞ് കുഞ്ഞിക്കിളിയെ തിരിച്ചു പറക്കാനായി പറഞ്ഞു വിട്ടു. കുഞ്ഞിക്കിളി പറന്നു പോകുന്നത് കണ്ട് ദേശാടനക്കിളി ഉള്ളിൽ സന്തോഷിച്ചു. പക്ഷെ ആ സന്തോഷം അധിക നേരം നീണ്ടു നിന്നില്ല. ദേശാടനക്കിളി ഒരു വേടന്റെ വലയിൽ അകപ്പെട്ടു. ദേശാടനക്കിളി വലയ്ക്കുള്ളിൽപ്പെട്ട് അയ്യോ എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ എന്നുറക്കെ നിലവിളിച്ചു. അപ്പോഴതാ ദാഹിച്ച് തളർന്ന് ഒരു മരത്തിൽ വിശ്രമിക്കാനിരുന്ന നമ്മുടെ കരിയിലക്കിളി ദേശാടനക്കിളി വലയിൽപ്പെട്ടത് കണ്ടു. ഇത് കണ്ട കരിയിലക്കിളി, അയ്യോ, നമ്മുടെ ദേശാടനക്കിളിയല്ലേ ആ വേടന്റെ വലയിൽ കുരുങ്ങിക്കിടക്കുന്നത്? ഇപ്പൊ തന്നെ എല്ലാവരെയും വിവരം അറിയിക്കണം. ദേശാടനക്കിളി, നീ വിഷമിക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ എല്ലാവരെയും കൂട്ടിവരാം. ഇതും പറഞ്ഞ കരിയിലക്കിളി പറന്നകന്നു. ദേശാടനക്കിളി വലയ്ക്കുള്ളിൽപ്പെട്ട് കരഞ്ഞുകൊണ്ടേയിരുന്നു. ദേശാടനക്കിളിയുടെ കരച്ചിൽ കേട്ട് മരത്തിന്റെ പിന്നിൽ ഒളിച്ചു നിന്നിരുന്ന വേടൻ ദേശാടനക്കിളിയെ കൈക്കലാക്കാൻ വേണ്ടി അടുത്തേക്ക് വന്നു. വേടൻ ദേശാടനക്കിളിയുടെ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും കുറേ പക്ഷികളും കാട്ടിലെ മൃഗങ്ങളും എല്ലാവരും കൂടി ദേശാടനക്കിളിയെ രക്ഷിക്കാൻ എത്തിയിരിക്കുന്നു. തങ്ങളുടെ ദാഹവും ക്ഷീണവും എല്ലാം മറന്ന് തങ്ങളുടെ ചെങ്ങാതിയായ ദേശാടനക്കിളിയെ രക്ഷിക്കാൻ ആനയും കടുവയും കുരങ്ങനും എലിക്കുട്ടനും മുള്ളംപന്നിയും കുറുക്കനും എല്ലാവരും വന്നു. കാട്ടിലെ മൃഗങ്ങളെ എല്ലാം കണ്ട് പേടിച്ച വേടൻ ഒറ്റയോട്ടത്തിന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. വേടൻ ഓടിപ്പോയത് കണ്ട് എല്ലാ മൃഗങ്ങളും പക്ഷികളും സന്തോഷിച്ചു. അപ്പോൾ തന്നെ നമ്മുടെ എലിക്കുട്ടനും മുള്ളംപന്നിയും ചേർന്ന് ദേശാടനക്കിളിയുടെ വല കടിച്ചു മുറിച്ചു. ദേശാടനക്കിളിയെ രക്ഷിച്ചു. അപ്പോഴാണ് ദേശാടനക്കിളിക്ക് തന്റെ തെറ്റ് മനസ്സിലായത്. മറ്റു മൃഗങ്ങൾക്ക് ആർക്കും കാണിച്ചു കൊടുക്കാത്ത ഒരു കുളം അവിടെ ഉണ്ടെന്ന് ദേശാടനക്കിളി എല്ലാവരോടും പറഞ്ഞു. എല്ലാവരോടും ദേശാടനക്കിളി മാപ്പ് ചോദിക്കുകയും ചെയ്തു. എത്രയും പെട്ടെന്ന് എന്റെ പിന്നാലെ വന്നുകൊള്ളൂ, നമുക്ക് ആ കുളത്തിലെ വെള്ളം കുടിക്കാം. ഇതും പറഞ്ഞുകൊണ്ട് ദേശാടനക്കിളി മുന്നേ പറന്നു. എല്ലാവരും കുളത്തിലിറങ്ങി ആവശ്യത്തിന് വെള്ളം കുടിച്ചു. എല്ലാ മൃഗങ്ങൾക്കും സന്തോഷവുമായി. പിന്നീട് ഒരിക്കലും ദേശാടനക്കിളി ആരോടും ക്രൂരത കാണിച്ചിട്ടില്ല. അതുകൂടാതെ ആർക്കെല്ലാം സഹായം ചെയ്യാമോ അവർക്കെല്ലാം ദേശാടനക്കിളി സഹായവും ചെയ്തു കൊടുത്തു. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾക്ക് ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? സ്വാർത്ഥത ഒന്നുകൊണ്ടും നല്ലതല്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും സഹായം ചെയ്തു കൊടുക്കണം. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടോ? ഇനി എല്ലാവരും കഥയൊന്ന് പറഞ്ഞു തന്നേ.